ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാനേ ഇപ്പോൾ ഒരു 8 മണിയാകാൻ 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ വോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പോകുന്നില്ല. കാരണം ഈ മുട്ടിന് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടം ഉണ്ടല്ലേ, എൻ്റെ മുട്ട് മുട്ട് ഇത്തിരി വെള്ളം കെട്ടി മീൻസ് ചില സമയങ്ങളിൽ അപ്പം വേദനയാണ്. അതുമല്ലായിരുന്നു പിന്നെ ഈ ദിവസങ്ങളിൽ ഇച്ചിരി അച്ചാറിടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വിരുന്നുകാരൊക്കെ വരുന്നത്. അതുകൊണ്ടൊക്കെ ഒരു ദിവസം നമ്മൾ പോകാതിരുന്നാൽ പിന്നെ മടിയായിരിക്കും പോകാൻ. സാധാരണ പോകുന്നത് ഞാൻ രാത്രി നേരത്തെ അങ്ങ് ആഹാരം കഴിച്ചിട്ട് ഞാനും കൊച്ചുകൂടായിരുന്നു പോകുന്നത്. ഇന്നിപ്പം ഞാൻ ചിന്തിച്ച് അപ്പം എന്നും ഈ വൈകുന്നേരം ആകുമ്പം ചില ജോലികളൊക്കെ കാണും. അരി അരച്ച് വെക്കണം, അങ്ങനെ ഇവർക്ക് ഫുഡ് കൊടുക്കണം. വൈകിട്ട് വേറെ നമ്മൾ ഈ വീഡിയോ എടുക്കാത്ത ചില ഇതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് പിന്നെ ലാസ്റ്റ് ഇവർക്ക് ഫുഡ് ഇടുന്നു, പിന്നെ പോകാനങ്ങ് മടിയായിരിക്കും. അപ്പം ഇന്ന് എന്തുവാന്നേലും കൊച്ച് വന്നു കഴിഞ്ഞ് ഞാനങ്ങ് പോയി. 6:45 ഞാനങ്ങ് പോയി. പിന്നെ ഒരു 40-45 മിനിറ്റ് നടന്നിട്ട് അവിടെ താഴെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ഒരു ആൻറ്റി ഉണ്ട്. ആ സമയത്ത് ആ ആൻറ്റി വന്നിരിക്കുന്നത്, മഹാരാഷ്ട്ര ആൻറ്റി. അവരുടെ തക്ക ഇച്ചേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇനി എഡിറ്റ് ചെയ്യട്ടെ. എഡിറ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് ഇനിയും ഉടനെ കൊച്ച് താഴെ കളിക്കാൻ പോയി. വലിയവൻ അവിടെ പഠിക്കും. വിശക്കുന്നെന്ന് പറയുവാണെങ്കിൽ ഇനിയും പോയി അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കണം. എന്തുവന്നാലും എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അത്രയങ്ങ് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അരി ഇത്തിരി താമസിച്ച് അരയ്ക്കുന്നുള്ളൂ. കാരണം ഇപ്പം ചൂടായതുകൊണ്ട് അങ്ങ് ഇന്നാളി കണ്ടതുപോലെ പുളിച്ച് കയറും. ഒരു 10 മണിയാവട്ടെ എന്നിട്ട് അരി അരച്ച് വയ്ക്കാം. അപ്പം ഇന്നലത്തെ ക്രിസ്പിയുടെ വീഡിയോ എല്ലാവരും കണ്ടോ? അപ്പോൾ അനിത എന്ന് പറയുന്ന സബ്സ്ക്രൈബർ പറഞ്ഞ് എനിക്ക് പ്രയോജനമായില്ല, പുള്ളിക്കാരി ചിക്കൻ കഴിക്കത്തില്ല. എൻ്റെ നോൺ വെജ് കഴിക്കാത്ത ചിലരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നത്. അവരെന്നാലും വീഡിയോ കാണും കേട്ടോ. നോൺ വെജിൻ്റെ വീഡിയോ ആണെങ്കിലും കഴിക്കത്തില്ലെങ്കിലും കാണും. പിന്നെ ഇന്ന് അന്നത്തെ ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ കറിയുടെയൊക്കെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. ഗസ്റ്റുകൾ ആരാന്ന് പറഞ്ഞാൽ വിരുന്തോറുടുപ്പായിരുന്നു. വിരുന്തോറുടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു വിരുന്തോറുടുപ്പ് പ്രതീക്ഷിക്കാത്ത പക്ഷേ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ചർച്ച് എന്ന് പറയുന്നത് ഓരോ സൺഡേയിലും ഓരോ ഏരിയയിലാണ്, ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് പിന്നെ മാസത്തിൽ ഒരു ദിവസം കോമൺ ആയിട്ട് എല്ലാവരും കൂടെ ഒത്തുചേരും. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ചർച്ചിലെ മെയിൻ ആളാണ് ഈ അച്ചായൻ്റെ മോടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പേ ഞാനിവരെ വീട്ടിലൊന്ന് വിളിച്ചായിരുന്നു. ഒരു ദിവസം വീട്ടിൽ വാ, ഒരു ദിവസം ഒരു ഒത്തുചേരൽ നടത്താമെന്ന്. അപ്പം പറഞ്ഞ് മോടെ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്തോറ് തന്നാൽ മതിയെന്ന്. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എൻഗേജ്മെൻറ്റ് നൽകില്ലേ അത്. എന്നിട്ട് അവർ നാട്ടിൽ നിന്ന് മോള് ഡോക്ടറും മോൻ എൻജിനീയറുമാണ്. മോൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. സ്ഥലമില്ലെന്ന് പറഞ്ഞത്. അച്ഛൻ കോളേജിലെ പിന്നെ പ്രൊഫസറായിരുന്നു, റിട്ടയർഡായി. വൈഫ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ അന്നേരം ഇവരുടെ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോയി. ബാംഗ്ലൂരിൽ നിന്ന് 3-4 ദിവസത്തേക്കൊന്ന് നമ്മുടെ ബോംബെയിലോട്ട് വന്നുകൊണ്ടേ ആദ്യം പറഞ്ഞത് സാറ്റർഡേ വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചാൽ വൈകിട്ടാകുമ്പോഴത്തേക്കിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു സാധാ ഊണൊക്കെ കൊടുക്കാമെന്ന് വെച്ച്. അന്നേരം അല്ലേ ഈ വ്യാഴാഴ്ചയാണ് പറഞ്ഞത് അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ഞാൻ വിളിച്ചു, പിന്നെ ഡാഡി വിളിച്ചു 1-2 പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് ഡാഡിയെ അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ പിന്നെ വ്യാഴാഴ്ച അവർ വരും, എന്നിട്ട് ഡിസൈഡ് ചെയ്തിട്ട് വരാം. വിരുന്നൂരായിട്ടല്ല, ജസ്റ്റ് അപ്പച്ചനെ കാണാനൊക്കെ വരുന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആദ്യം. പിന്നെ ഞങ്ങളെന്നാൽ ശനിയാഴ്ച വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വ്യാഴാഴ്ച പെട്ടെന്ന് റേച്ചാൻ ശരിയാന്ന് പറഞ്ഞിട്ട് റേച്ചാൻ ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ അന്നേരം തന്നെ ഞാൻ നമ്മുടെ സാധാ ഊണ്, അവിയൽ, സാമ്പാർ, മീനൊക്കെ കൂട്ടി അങ്ങനെ ഞങ്ങൾ വിളിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം എന്തുവാ ഹോളി ആകുമ്പം ഞങ്ങൾ മലയാളി മീൻ മാർക്കറ്റ് ആ പുള്ളിക്കാരനെ വിളിച്ചു വെച്ചാൽ പുള്ളി പറഞ്ഞ് ഇന്ന് ഓപ്പണാ മാർക്കറ്റ്. അപ്പോൾ റീച്ചാൻ ഒട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. സമയവും കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത്. പിറ്റേ ദിവസം ഇല്ല, ഹോളിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ച് വയ്ക്കുന്ന എല്ലാം കൂടെ എനിക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല.
അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് റീച്ചാൻ പോയിട്ടും എല്ലാ ആൾക്കാരും ഒന്നും ഇങ്ങനെ പച്ചക്കറി കട തുറന്നിട്ടില്ല. കാരണം ഈ ഹോളി കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഇത്തിരി ഒരു വല്ലാത്ത അവസ്ഥയിൽ നോർമലല്ല ചിലരൊന്നും. ചിലർ തുറന്നു, ചിലർ തുറന്നില്ല. അതുകൊണ്ട് സാധനം കിട്ടാനാണ് ഞാൻ പിന്നെ ഫ്രൈഡ് റൈസിലാക്കിയതാണ്. അതാ പറ്റിയ അബദ്ധം. പിന്നെ അവർ വന്നു, എന്നാ കഴിയുന്നൊരു കുഞ്ഞ് വിരുന്തിയോറൊക്കെ കൊടുത്ത്. ഓക്കെ, അപ്പോൾ എന്താ അതിനെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്തോ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കെങ്ങാണം വന്ന് പറയാം കേട്ടോ. കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ഈ സവാളയൊക്കെ വഴറ്റി, ഇപ്പം നിങ്ങൾ ഇപ്പം രാവിലെ അന്ന് തന്നെ അങ്ങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പിന്നെ എനിക്കിത്തിരി എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ സവാളയൊക്കെ വഴറ്റി തലേന്ന് ഈ പരിപാടി അങ്ങ് ചെയ്ത് വെച്ച്. ഇപ്പോൾ ഒരു 2.5 കിലോ ചിക്കനുണ്ട്, 2.5 ഇച്ചിരിയും കൂടെ ഉണ്ട്. അപ്പം ഞാനൊരു 1.5 കിലോ സവാള എടുത്തിട്ടുണ്ട്. അപ്പം ഈ കറിക്ക് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിന് ഒരിത്തിരി ഒത്തിരി എരിയില്ലാതെ ഇത്തിരി തിക്കായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര എടുത്തത്. 2.5 കിലോ ഒരു ഇച്ചിരിയും കൂടെ ചിക്കനുണ്ട്. അതിൻ്റെ അകത്ത് 1.5 കിലോ സവാളയും, ഇതിലേക്ക് ഞാനൊരു 3 കുടം വെളുത്തുള്ളിയും, ദാണ്ട് ഇത്രയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഒരു 4-5 വലിപ്പത്തിലുള്ള വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇടയ്ക്ക് ഈ സവാളയൊക്കെ ഒന്ന് അടച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിലൊരു 5 ടൊമാറ്റോ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോയിലൂടെ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ആ ടൊമാറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട്. അപ്പം ഞാൻ ഈ പൊടികൾ നമ്മൾ സാധാരണ ഞാൻ ചെയ്യുമ്പം ഈ സവാളയ്ക്കകത്തൊക്കെ ഇട്ടങ്ങ് ഈ പൊടികളിട്ട് വഴറ്റുക. ഇന്ന് പക്ഷേ ഞാൻ ചെയ്യുന്ന അങ്ങനല്ല. സെപ്പറേറ്റ് പാനിൻ്റെ അകത്ത് ഈ പൊടികളൊന്ന് ചൂടാക്കി ഇച്ചിരി പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ചൂടാക്കും. ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല. ഈ പാനിൻ്റെ അകത്ത് ഞാനൊരു 7 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് രണ്ടും കാശ്മീരി മുളക് പൊടിയാണ്. പക്ഷേ ഒന്ന് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതും, ഒന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് ഒരു ലേഡി വിൽക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുമാണ്. അപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചത് ഒരു 3 ടേബിൾ സ്പൂണും മറ്റേതൊരു 2 ടേബിൾ സ്പൂണും ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഇതൊന്ന് ചൂടാക്കി ചേർക്കുമ്പം നല്ലൊരു പ്രത്യേക ഒരു മണം കിട്ടും. ആ മസാലകളുടെയൊക്കെ പച്ചമണം നന്നായി പോയതിന് ശേഷമല്ലേ നമ്മളിത് ചേർക്കുന്നത്. അതുകൊണ്ട് അപ്പം ഞാനിതിലേക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ വെച്ചിട്ട് ഗരം മസാലയുടെ മണമോ ടേസ്റ്റോ കുറവുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ചെറിയ തീയിൽ ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ മസാലയൊക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഈ വഴന്ന സവാളയ്ക്കകത്തോട്ട് ഞാനിത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ചെറിയ തീയിൽ അതങ്ങനെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഈ സവാളയൊക്കെ വഴറ്റിയതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് അരച്ചായിരുന്നേ. ആ അരച്ച അതുകൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാമേ. ഞാൻ ആ അരയ്ക്കാൻ നേരം പിന്നെ ടൊമാറ്റോയും അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും എടുത്ത് അരച്ചതേ. അപ്പോൾ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നിങ്ങൾക്കിപ്പം പിന്നെ കാഷ്യനട്ട് വേണേൽ കാഷ്യനട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഉള്ളി മാത്രമേ അരച്ച് ചേർത്തുള്ളൂ. നിങ്ങൾക്ക് ഗ്രേവി കണ്ടാൽ അറിയാം, നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും സവാളയൊക്കെ ചേർക്കുന്നില്ലേ, അതുകൊണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കുറച്ച് നേരം സമയം എടുത്ത് ഞാനിതൊന്ന് ഇങ്ങനെ ഇളക്കി. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം പിന്നെ നമ്മുടെ മസാലകളിൽ നിന്ന് എണ്ണ ഇങ്ങനെ വിട്ട് അതൊന്ന് ഉരുണ്ട് ഇളക്കുമ്പോൾ ഒന്ന് ഉരുണ്ട് വരുന്ന പരുവാകുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ വറ്റി എണ്ണ വിട്ട് വരുന്നുണ്ട് അതിൽ നിന്ന്. അതുപോലെ ചെറിയ തീയിൽ സമയം എടുത്ത് വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഈ സവാള വഴരാൻ തന്നെ കുറേ സമയം എടുത്ത്. ഞാൻ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടയ്ക്ക് തീ കൂട്ടും, ഇടയ്ക്ക് തീ കുറയ്ക്കും. അങ്ങനെ ഇത്രയും സവാള വഴറ്റാൻ ഞാനൊരു 1 മണിക്കൂറേലും എടുത്താണ്. കാരണം അത്രയും സമയം ഹൈ ഫ്ലെയിമിലല്ല വിട്ടത്, ചെറിയ തീയിലാണ് ഇട്ടത്. അതുകൊണ്ടാണ് ഞാനിത് തലേന്നേ അങ്ങ് ചെയ്തതേ. പിന്നെ തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേ. അപ്പോൾ ഈ ചിക്കന് ഞാൻ മസാല പുരട്ടി രാത്രി ഫ്രിഡ്ജിൽ വെച്ച്. ഇതിൻ്റെ അകത്ത് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഞാൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ ഞാൻ പിന്നെ ഇതെല്ലാം ഒന്ന്
വറുത്തെടുത്ത് ചിക്കനെല്ലാമേ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്. അപ്പം നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഈ ഫ്രൈഡ് റൈസിനൊക്കെ കഴിക്കുമ്പം കിട്ടുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ കറി, അതുപോലെ ആയിരുന്നു ഈ ചിക്കൻ കറിയും. സാധാരണ ഞാൻ ചിക്കൻ നമ്മൾ വെക്കുന്നതിൽ ഇങ്ങനെ വറക്കാറില്ലല്ലേ, പക്ഷേ ഇതിൽ ഞാനിന്ന് വറക്കുന്നുണ്ട്. എനിക്കൊരു 3-4 തീരെയായിട്ട് വറക്കേണ്ടി വന്നു. അപ്പം ഞാനിതെല്ലാം ഒന്ന് വറുത്തെടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഒരു 2-3 മിനിറ്റ് ഒരു സൈഡ് വറുത്തിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുവേ. ചിക്കനെല്ലാം ഞാൻ 3-4 തീരെയായിട്ട് വറുത്ത് കോരിയെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അന്ന് നമ്മൾ ആ മസാല ഞാനൊരു വീണ്ടും ആ ഉരുളി വെച്ചിട്ട് ഇച്ചിരിയും കൂടെ സ്വല്പം ഓയിലൊന്ന് ഒഴിച്ചിട്ട്, കാരണം ആ മസാല അടുക്കി പിടിക്കാതിരിക്കാനേ ആ മസാലകൾ ഇട്ടിട്ട് നന്നായി അതൊന്ന് ചൂടാക്കിയെടുത്തു. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമല്ലായിരുന്നോ, നന്നായി ചൂടായി അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എണ്ണകളൊക്കെ വരുന്നത് വരെ ഞാനിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം വേണം ഒഴിക്കാൻ, പച്ചവെള്ളം ഒഴിക്കണ്ട. കുറച്ച് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഒത്തിരി അങ്ങ് ഒഴിക്കുന്നതിൽ ഒത്തിരി കുറുകിയ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ആദ്യം ഞാൻ ചിന്തിച്ചു കുറച്ച് സവാള വറുത്തിട്ടേ അതെടുത്ത് അരച്ചതിൽ ചേർക്കാമെന്ന്. പിന്നെ ചിന്തിച്ച് അത് ഒരു ഇച്ചിരി ക്യാഷിനോട്ട് കൊടുക്കും. പിന്നെ ചിന്തിച്ചു അങ്ങനെ ചെയ്യുന്നില്ല, ആ വഴന്ന ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ച് ചേർക്കുമായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊരിച്ചിരി ഒന്ന് തിള പോലെ, ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് തിള വരും. എന്നിട്ട് ഞാൻ ആ വറുത്ത ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങത്തില്ല, കാരണം നമ്മൾ ഈ വറുത്തെടുത്തത് കൊണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാനൊരു ഇച്ചിരിയും കൂടെ വെള്ളം പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം കുറവുപോലെ തോന്നി. ഞാൻ വീണ്ടും കുറച്ചുകൂടെ വെള്ളം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പീസും അങ്ങ് ഒത്തിരി വലുതായിട്ടല്ല കട്ട് ചെയ്യിപ്പിച്ചത്, ഒരു ഇച്ചിരി മീഡിയം ഇതിലായിട്ടാണ്. അന്നേരം മസാലയൊക്കെ നന്നായി അങ്ങ് പിടിക്കും. അതുപോലെ ലെഗ് പീസും ഇന്ന് വാങ്ങിച്ചില്ല, ഞാൻ പറഞ്ഞു ലെഗ് പീസ് വേണ്ടാന്ന്. അപ്പം ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടി വട്ടാണ ഉണ്ടല്ലേ, ഞാൻ മാർക്കറ്റിൽ നിന്ന് ഈ പച്ചവട്ടാന വാങ്ങിക്കാൻ നോക്കിയിട്ട് പച്ചവട്ടാന ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടല്ലേ, അത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് അത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇവിടെ അത് ഞാൻ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ക്യാരറ്റും ബീൻസും കൂടെ ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട് ഈ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് തന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് വഴറ്റുന്നില്ല, ഇച്ചിരി പച്ചപ്പൊന്ന് പോകുന്നിടം വരെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉരുളിക്കകത്ത് ഇത്തിരി ഓയിലൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു 2 മീഡിയം സൈസിലെ സവാള ഇങ്ങനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. സവാള അരിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ഞെവിടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇച്ചിരി നേരം അവിടെ ഇട്ടിട്ട് ഇപ്പം ഞാൻ ഇളക്കിയില്ല, പിന്നെ അതൊന്ന് വറുത്ത് കോരി എടുക്കട്ടെ. അതെല്ലാം ഉള്ളിയെല്ലാം വറുത്ത് കോരിയതിന് ശേഷം, കാരണം എനിക്കെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അത് വറുത്ത് കോരിയതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യൂടെ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസ് കൂടെ, മുന്തിരിങ്ങയും കൂടെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതേ ഇതിൽ ഇച്ചിരി കൂടെ നെയ്യ് ഒഴിച്ചിട്ട് പട്ട, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ഏലക്ക ഒന്ന് മൂത്ത് വരട്ടെ. ഞാനിവിടെ അരി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. എന്നിട്ടത് വെള്ളം വാലാൻ എടുത്തതിന് ശേഷം ആ ബേ ലീഫൊക്കെ ഒന്ന് മൂത്ത് വന്നോണ്ടേ അതിൻ്റെ അകത്തിട്ട് കുറച്ച് നേരം അതൊന്ന് വറുത്തായിരുന്നേ. അതിനുശേഷം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ചു, വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി, അരി മുക്കാലും വെന്തു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മളാ വറുത്ത് മീൻസ് വഴറ്റിയെടുത്ത് ഗ്രീൻ പീസും പച്ചക്കറിയും എല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത ഉള്ളിയുണ്ടല്ലേ അതെല്ലാം ഇച്ചിരി കുറച്ച് മുക്കാലും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് മാത്രം മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് പൈനാപ്പിളും ഇപ്പം ചേർക്കണമായിരുന്നു, പക്ഷേ എനിക്ക് കൈ ഒഴിഞ്ഞില്ല ഇതൊന്ന് ഒതുക്കിയിട്ട്. കാരണം അത് കണ്ടിക്കാനായിട്ട് പോയാൽ എൻ്റെ ചോറ് പോകത്തില്ലേ, ഇതിൻ്റെ കൂടെ നിൽക്കണ്ടേ. കാരണം ഇനി അടിയിലൊരു ഇച്ചിരിയും കൂടെ വെള്ളമുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ ആ സ്പൂണും കൊണ്ട് തവിയുടെ മൂടും കൊണ്ടൊന്ന് കുത്തി നോക്കും അടിയിൽ, എന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കും വെള്ളം എത്രത്തോളം ഉണ്ടെന്ന്. ഒരു കിമ്മിണിയും വെള്ളമുള്ള സമയത്ത് ഞാൻ തീ അങ്ങ് ഓഫാക്കിയിട്ട് ആ ചോറ് ആ ആവിയിൽ കിടന്നങ്ങ് വെന്ത് കുതിർന്ന് മുകളിലോട്ട് വരും. ആണ്ടേ ഇപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. ഒരു ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് തീ അങ്ങ് ഓഫാക്കിയായിരുന്നേ. ഇപ്പോൾ നിങ്ങൾ
ഞാൻ പറഞ്ഞ രീതിയിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചിട്ട്, അഥവാ നിങ്ങളിപ്പോൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഇളക്കുവാണെങ്കിൽ ഇച്ചിരിയോ നിങ്ങൾ എന്തെയോ കുഴഞ്ഞു പോയെന്ന് പേടിക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ തോന്നുവാണെങ്കിലും അത് തണുക്കുന്ന ഉടനെ അതങ്ങ് കല്ല് പോലെ ആവും എന്നും പറഞ്ഞ് കറക്റ്റ് വെള്ളം ഒഴിക്കാവൂ കേട്ടോ. എന്നിട്ട് ഞാൻ പൈനാപ്പിൾ ചെത്താൻ പോയി. ഞാൻ പറഞ്ഞു കുഞ്ഞൊരു പൈനാപ്പിൾ മതി, കാരണം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ പൈനാപ്പിൾ ഇട്ടാൽ ഇവരൊന്നും കഴിക്കത്തില്ലെന്ന്. ഇന്ന് ഈ വേന്ദ്രന്മാരൊക്കെ, ഞാൻ പക്ഷേ ഒത്തിരി കുഞ്ഞായിട്ടാണ് പൊടിയായിട്ടാണ് അരിഞ്ഞത്. ഇന്നാൾ ഞാൻ അരിഞ്ഞുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വലുതായിരുന്നു. അപ്പോൾ എല്ലാ അവന്മാരും തിന്നു. എന്നിട്ട് പോള് പറഞ്ഞ് അതേ ഇച്ചിണിയുള്ളായിരുന്നു അന്ന്. അപ്പോൾ ആ വന്ന മോള് കഴിച്ചിട്ട് ചിന്തിച്ച്, അവൾ ചിന്തിച്ച് പിന്നെ കോണാന്ന്. അപ്പം ഞാൻ ഇവരെയും പ്രതീക്ഷിച്ച്, കാരണം ഇവിടെയൊക്കെ ഉള്ള ജനിച്ച പിള്ളേർ മിക്ക പിള്ളേരും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ക്യാഷ്യൂനട്ട്, റേസിൻസ്, ഈ പൈനാപ്പിളൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അവളുടെ മമ്മിയും ഇവിടെ ജനിച്ച് വളർന്നതാണ്, അപ്പോൾ കഴിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നോണ്ടേ ചോദിച്ചാണ് പറഞ്ഞ് എസൻസ് ചേർക്കുന്ന ഇഷ്ടമല്ല, ഫ്രഷ് ആണെങ്കിലും കുഴപ്പമില്ലെന്ന്. ഞാൻ അതുകൊണ്ട് ആ പൈനാപ്പിളിൻ്റെ പകുതിയേ ചേർത്തുള്ളൂ, പക്ഷേ ബാക്കിയും കൂടെ ചേർക്കായിരുന്നു. നല്ല കുഞ്ഞതായിരുന്നാലും നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. അതിൻ്റെ ഞങ്ങൾ കൂഞ്ഞെന്ന് പറയും. ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ ഒരു ഇതുണ്ടല്ലോ, അതിന് കൂഞ്ഞെന്ന് പറയും. അത് ഞാൻ കൊച്ചന് തിന്നാൻ കൊടുത്തിട്ട് ഇവന്മാർ കൊടുത്തിട്ട് നല്ല മധുരമായിരുന്നു. അപ്പോൾ ഞാൻ ആ പൈനാപ്പിളൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഞാൻ തീ അങ്ങ് ഓഫാക്കി. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ ബേ ലീഫും പട്ടയൊക്കെ കൈ കിട്ടുന്നതൊക്കെ എടുത്തങ്ങ് മാറ്റിയേ. അണ്ടിപ്പരിപ്പും എല്ലാം ഇവന്മാർ തിന്നെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലേ, ഒരു കുറച്ചുകൂടെ വറ്റി കഴിഞ്ഞിട്ട് ഞാനങ്ങ് ഓഫാക്കിയായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ ഈ പൈനാപ്പിളൊക്കെ ഇടുമ്പം തീ ഓഫാണ്. അത് അതിൽ തന്നെ കിടന്ന് ഇങ്ങനെ കുതിർന്ന് കയറിയതാണ് ഇപ്പോൾ റൈസ്. കണ്ടില്ലേ, കണ്ടാൽ അറിയാമല്ലോ, റൈസെല്ലാം നല്ല ഒന്നേലൊന്നേ തൊടാതെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലാസ്റ്റിൽ ബാക്കിയുള്ളതെല്ലാം കൂടെ ഇതിൻ്റെ മുകളിൽ വിതറിയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ വീഡിയോ എടുക്കേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ എല്ലാം കൂടെ അതങ്ങ് ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്തേ കാണാനൊരിതിന് വേണ്ടി ഞാൻ അതിൻ്റെ മുകളിൽ ബാക്കി സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഈ ചിക്കൻ ക്രിസ്പിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ ഇട്ടത് കൊണ്ട് അതിൻ്റെ അകത്തുള്ള എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കട്ട് ചെയ്തങ്ങ് മാറ്റി. അപ്പം നമ്മുടെ കറിയും റെഡിയായി, റൈസും റെഡിയായി. ഇനി പപ്പടം പൊള്ളിക്കണം, സാലഡ് ഉണ്ടാക്കണം. അപ്പം ഇനിയിപ്പം അവർ വരാറായി. അപ്പം പപ്പടം കൂടെ പൊള്ളിക്കട്ടെ. പപ്പടം ഇത്രയും പൊള്ളിച്ചു, ഇത്രയും നോക്കട്ടെ, ഇനി പിന്നെ നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റിൽ അവരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം എല്ലാവരും ഒരുമിച്ചല്ല ഇരുന്നത്. പിന്നെ പ്രൈസമോൻ അപ്പുറത്ത് പോയിരുന്നോണ്ടേ അച്ചാനും പോയി അവൻ്റെ അടുത്ത് കമ്പനിക്ക് ഇരുന്ന്. അച്ചാൻ എന്ന് പറയുന്നൊരു പ്രത്യേകത, പിന്നെ യൂത്തുകാരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യിക്കാൻ, ഈ പിള്ളേരെയൊക്കെ എൻകറേജ് ചെയ്യിപ്പിക്കാൻ നല്ലൊരു കഴിവാണ്. അപ്പം അച്ചാൻ അവിടെ പിള്ളേരുടെ അടുത്ത് പോയി, ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഇരുന്ന്. അതുകൊണ്ട് അച്ചാൻ പറഞ്ഞ കമൻറ്റാണ് ഈ കേൾക്കുന്നത്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞു, ഡാഡി കഴിച്ച് കഴിഞ്ഞു, പ്രൈസും കഴിച്ച് കഴിഞ്ഞു, പോൾമോൻ അവിടെ നിന്ന് കഴിക്കുക. ഞാനും റേച്ചാനും കഴിച്ചില്ല. अच्छा गैस नहीं है तो इधर खत्म हो गया. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.